മല കയറിയെത്തുന്ന ഭക്തർക്ക് പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ശരണപാതയിലെ മൊബൈൽ സിഗ്നലിന്റെ അഭാവം. തിരക്കുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും മണിക്കൂറുകളാണ് വരി നിൽക്കേണ്ടി വരിക. കൂടെയുള്ളവർ കൂട്ടം തെറ്റിയാൽ അവരുമായുള്ള ആശയവിനിമയം പോലും അസാധ്യം. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് സൗജന്യ വൈഫൈ സേവനം BSNL ഭക്തർക്കായി ഒരുക്കുന്നത്. ഒരു 30 ലക്ഷം രൂപയോളം വരും ഇതിന് ടോട്ടലി വർക്ക് ചെയ്യുന്ന. പക്ഷെ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഫൈബർ, ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ദേവസ്വം ബോർഡ് തരുന്ന ഇതും ബാലൻസ് BSNLന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും. പ്രസാദം ഉൾപ്പെടെയുള്ള വഴിപാടുകൾക്ക് UPI ഇടപാടുകൾ കൂടി വന്നതോടെ വൈഫൈ സേവനം ഭക്തർക്ക് കൂടുതൽ ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. BSNL സിം തന്നെ വേണമെന്നില്ല, അതർ നെറ്റ്വർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് അരമണിക്കൂർ തികച്ചും സൗജന്യമാണ്. Q കോംപ്ലക്സുകളിൽ സൗജന്യ വൈഫൈ സേവനം BSNL ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നാലെയാണ് നടപ്പന്തൽ, തിരുമുറ്റം, സന്നിധാനം, മാളികപ്പുറം, അപ്പം, അരവണ കൗണ്ടറുകൾ, മരാമത്ത് കോംപ്ലക്സ്, ആശുപത്രികൾ എന്നിവിടങ്ങളെ 15 വൈഫൈ ഹോട്ട്സ്പോട്ടുകളാക്കുന്നത്. കാനനപാതകൾ താണ്ടി ശബരീശ സന്നിധിയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ ഇനി മൊബൈൽ ഇന്റർനെറ്റിനെ പഴിപറയില്ല. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിലാണ് BSNL സൗജന്യ വൈഫൈ ഒരുക്കാൻ പോകുന്നത്. ക്യാമറമാൻ അരുണിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.